ആലുവ മണപ്പുറത്ത് ശിവരാത്രി ഒരുക്കങ്ങൾ പൂർത്തിയായി. ആയിരക്കണക്കിന് ഭക്തരാണ് മണപ്പുറത്തേക്ക് എത്തുന്നത്. പിതൃതർപ്പണ ചടങ്ങുകളും പരിപാടികളും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് നടപ്പാക്കുന്നത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീന മാർട്ടിനുണ്ട് ആലുവയിൽ നിന്നും. ഷീന, എങ്ങനെയാണ് ഇപ്പോൾ അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? വിശ്വാസികൾ എത്തിത്തുടങ്ങിയോ? എന്തൊക്കെയാണ് പ്രധാന പരിപാടികൾ നടക്കുന്നത്? ആലുവ മണപ്പുറം ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ നിരവധി വിശ്വാസികൾ ആലുവ മണപ്പുറത്തേക്ക്, പെരിയാറിന്റെ തീരത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തൊക്കെയായി തന്നെ ബലിതർപ്പണത്തിന് എത്തിയ നിരവധി ആളുകളുണ്ട്. സ്ത്രീകൾക്കും ആണുങ്ങൾക്കുമായി പ്രത്യേകം കടവുകൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണ സജ്ജമാണ് ആലുവ മണപ്പുറം. പൂർണ്ണമായും തയ്യാറെടുത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ 1500ഓളം പോലീസുകാരെ മൊത്തത്തിൽ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത്രയും പോലീസുകാരെ തന്നെ ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. രാത്രിയാകുന്നതോടുകൂടി കൂടുതൽ വിശ്വാസികൾ ആലുവ മണപ്പുറത്തേക്ക് എത്തിത്തുടങ്ങും. ഇന്നലെ മുതൽ ആണ് ബലിതർപ്പണം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഈ ബലിതർപ്പണം ഇപ്പോഴും തുടരുകയാണ്. ഇനി വരുന്ന എഴുന്നള്ളിപ്പോടുകൂടി ആയിരിക്കും 10 മണിക്ക് നടക്കുന്ന ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരുക്കങ്ങളോടുകൂടി തന്നെ ആയിരിക്കും ഇനി ഔപചാരികമായുള്ള ബലിതർപ്പണം ആരംഭിക്കുക. എന്നാൽ ഇന്നലെ മുതൽ തന്നെ ബലിതർപ്പണം ആരംഭിച്ചിട്ടുണ്ട്. നാളെ സൂര്യോദയത്തിന് മുൻപായി ബലിതർപ്പണം എല്ലാം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ കാണുന്നത് പോലെ തന്നെ നിരവധി സ്ത്രീകളും പുരുഷന്മാരുമാണ് ഈ ശിവരാത്രി ആഘോഷത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ശിവനാമം ജപിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കുറച്ചനേകം ആളുകളെ നമുക്കിവിടെ കാണാം. ഇന്ന് രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ശിവനെ മാത്രം ധ്യാനിച്ച് എന്നുകൊണ്ട് പ്രാർത്ഥനയിലായിരിക്കും ഇവിടെയുള്ളവരൊക്കെയും. എങ്ങനെയാണ് ശിവരാത്രി ആഘോഷമൊക്കെ? നല്ലതായിട്ടുണ്ട്. എല്ലാവരും വരുന്നുണ്ട്. വെലിയിടാൻ 3 മണിക്ക്, വെളുപ്പിന് 3 മണിക്ക് വെലിയിടും. അപ്പോൾ വെലിയിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പോവും. അത്ര തന്നെ. ഞങ്ങൾ 5 മണിക്ക് വന്നതാ. രാവിലെ വരെ ഉണ്ടാവും. പ്രാർത്ഥനയായിട്ട് നമശിവായ 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 ചെല്ലും. കുറെ പ്രാവശ്യം ചെല്ലും. പിന്നെ നാമം ചെല്ലും. ശിവം ശിവകരൻ ശാന്തം ശിവാത്മാനാ ശിവോത്തമം ശിവമാർഗേ പ്രണതാരം പ്രണതോസ്മിൻ സദാശിവം അന്യതാ ശരണം നാസ്തി ത്വമേവ തസ്മാത് കാരുണ്യഭാവേന അരിഭക്ഷണം ഇല്ല, ഗോതമ്പ് മാത്രം കഴിച്ചു. അത് ഇന്നലെയും ഇന്നും നാളെയും 3 ദിവസം. അതെ. തൃശ്ശൂരിന്ന്. ശരി. ഇല്ല, ഞങ്ങളൊരു കുടുംബശ്രീയാണ്. അപ്പൊ അതിലെ സെക്രട്ടറി പ്രസിഡന്റ് അവര്. അപ്പൊ ഞങ്ങൾ അവിടെ അടുത്തുള്ളവരെയൊക്കെ വിളിച്ച് വരും. എല്ലാ കൊല്ലും വന്ന് ഇവിടെ വേലിയിടും. വിശ്വാസമാണ്. ഇത് തന്നെയാണ് ഗൗതം. ശിവപഞ്ചാക്ഷരി മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഒരു രാത്രി മുഴുവൻ ശിവനെ മാത്രം ചിന്തിച്ചുകൊണ്ട്, ശിവനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ഇവിടെയുള്ള വിശ്വാസികൾ ഇങ്ങനെ ഈ ആലുവ മണപ്പുറത്ത് അണിനിരക്കുകയാണ്. എന്തായാലും അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള ഭക്തരാണ് എത്തിച്ചേരുന്നത്. എല്ലാവരും ശിവധ്യാനത്തിൽ ഇന്ന് ആലുവ മണപ്പുറത്ത് ശിവരാത്രി ചടങ്ങുകളുടെ ഭാഗമാകും. വിശ്വാസത്തിലും ഒപ്പം തന്നെ നടക്കുന്ന മറ്റ് പരിപാടികളിലുമൊക്കെ അവർ പങ്കെടുക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ആലുവയിൽ നിന്നും ഷീന മാർട്ടിൻ.